യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 12-ാമത്തെ ആഴ്ച, ഞായറാഴ്ച. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുക്രിസ്തു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്ന ഒരു സുവിശേഷ ഭാഗം. ഈ ഒരു സുവിശേഷ ഭാഗം പറയുന്നു, സായാഹ്നമായപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാമെന്ന്. യേശുവും തൻ്റെ ശിഷ്യന്മാരും അവനോടൊപ്പം നടന്ന് വള്ളത്തിൽ കയറി അക്കരയിലേക്ക് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ യേശു കുറച്ച് സമയം ഒന്ന് മയങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ കാറ്റും കടലും ആഞ്ഞടിച്ചു തുടങ്ങിയപ്പോൾ ശിഷ്യന്മാർ ഭയന്നു എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്, തൻ്റെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ, യേശുവിനെ നേരിൽ കണ്ട ശിഷ്യന്മാർ, യേശുവിൻ്റെ അത്ഭുതങ്ങൾ നേരിൽ കണ്ട തൻ്റെ ശിഷ്യന്മാർ, യേശു കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും കാറ്റും കടലും ആഞ്ഞടിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞു വയ്ക്കുക. അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഭയപ്പാടുണ്ടായി എന്നാണ് പറഞ്ഞു വയ്ക്കുക. അവിടെ എന്തുകൊണ്ടാണ് ആ ഭയപ്പാടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. അത് ചോദിക്കുവാനുള്ള കാരണം, ഞാനിവിടെ ഉണ്ടായിരുന്നിട്ട് പോലും നിങ്ങളുടെ ആ വിശ്വാസം നഷ്ടമായി എന്നാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട് പോലും, യേശു എൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും, യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലൂടെ നാം യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. യേശു അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. യേശു എന്നോടൊപ്പം ചേർന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി യേശുവും കൂടെയുള്ള ആ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടമാകുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ വിശ്വാസം നഷ്ടമാകുന്ന ചില നിമിഷങ്ങളിൽ ഇവിടെ സംഭവിച്ചതുപോലെ യേശു എൻ്റെ ഉള്ളിലായിരുന്നു കൊണ്ട് ഉറങ്ങുകയാണ് ചെയ്യുക. ഇവിടെ ശിഷ്യന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, യേശുവിനെ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിനെ ഉറക്കാൻ പാടില്ല എന്നാണ്. യേശുവിനെ ഉറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ, യേശുവിനെ ഉറക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടമായി, യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന വിശ്വാസം നഷ്ടമാകുമ്പോഴാണ് യേശു അവിടെ ഉറങ്ങുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ, അതായത് ഒത്തിരി പ്രശ്നങ്ങൾ, കടബാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്, പല കുടുംബ തകർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടേ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന യേശുവിനെ ഞാൻ മറന്നതുകൊണ്ട് യേശു അവിടെ അമരത്ത് തലചായ്ച്ച് ഉറങ്ങുകയാണ്. ഇനി ഞാൻ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് ആ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ തട്ടി ഉണർത്തുക, വിളിച്ചുണർത്തുക. മറ്റൊരു സന്ദേശം കൂടെ ഇവിടെ തരുന്നുണ്ട്. അതായത് യേശുവിനെ ഒരിക്കൽ പോലും ഉറങ്ങുവാൻ അനുവദിക്കാതെ യേശുവിനോട് സംസാരിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ആയിരിക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടാകും, വിശ്വാസത്തിൻ്റെ ആഴമുണ്ടാകും. ഇവിടെ യേശുവിനെ ഉറക്കാതിരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരന്തരം പ്രാർത്ഥിച്ചു, എൻ്റെ രക്ഷ, എനിക്ക് അന്നു വേണ്ട ആഹാരം, അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കടങ്ങൾ, ഞങ്ങൾ എന്നാണ്. ഇവിടെയുള്ള എല്ലാവരോടും ക്ഷമിക്കണമേ എന്നും ഇവിടെയുള്ള എല്ലാവർക്കും നന്മകൾ ഉണ്ടാകണമേ എന്നും ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു സ്വാർത്ഥ മനോഭാവം വെടിയുവാനും കൂടിയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ആയതിനാൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പിതാവേ എന്ന് വിളിക്കുവാൻ പറഞ്ഞ വാക്കുകൾ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യണമേ എന്ന ഞങ്ങളെന്ന മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയുവാനും ഞങ്ങളെന്ന മനോഭാവത്തോടുകൂടെ മനുഷ്യ സ്നേഹവും ഉണ്ടാകുവാനും വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ പിതാവാണ് യഥാർത്ഥ സ്നേഹം. പിതാവ് നമ്മെ സ്നേഹിക്കുന്നു.
അതുപോലെ ഞാനും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എനിക്കും സാധിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.